പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കേരള ചരിത്രം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അത് പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ട് പോവുക. അറിയാവുന്നവർക്ക് റിവിഷൻ കൂടിയാണ്. നമുക്ക് നോക്കാം. ഒന്ന് മുസരീസ്. മുസരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് PSC എപ്പോഴും ചോദിക്കും. പ്രാചീന കേരളത്തിലെ പ്രധാന തുറമുഖമാണ് മുസരീസ്. ഇപ്പോഴത്തെ മുസരീസിന്റെ പേരെന്താണ്? കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടും. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോമക്കാരുമായുള്ള കച്ചവടം കേരളത്തിനുണ്ടായിരുന്നു. റോമക്കാരുമായുള്ള കച്ചവടത്തിന്റെ രേഖ ലഭിച്ച നാണയങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ഒന്ന് കോട്ടയം വടക്കം പരവൂരും വല്ലപ്പള്ളി ഇടുക്കിയെന്നുമാണ്. കോട്ടയം അതുപോലെ വടക്കൻ പരവൂര് അതുപോലെ തന്നെ വല്ലപ്പള്ളി ഇടുക്കിയിലെ റോമക്കാരുമായി ബന്ധമുണ്ടായിരുന്ന നാണയങ്ങൾ കിട്ടി. മനസ്സിലാക്കേണ്ടതാണ് മെഗസനീസ്, ഇബ്നു ബത്തൂത്ത, ഹുയാൻ സാങ്, ഇവർ മൂന്നുപേരുമാണ് കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളായിരുന്നു അവർ. ഇന്ത്യക്ക എന്ന പുസ്തകത്തിൽ ചേരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചേരം രാജവംശം കേരളത്തിലുണ്ടായിരുന്ന പ്രാചീന രാജവംശമാണ്. അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മെഗസ്തനീസിന്റെ ഏത് കൃതിയിലാണ്? ഇന്ത്യക്ക എന്ന കൃതിയിലാണ്. അത് മറന്നുപോലെ. ഇബ്നു ബത്തൂത്ത, രണ്ടാമത്തെ വ്യക്തി ഇബ്നു ബത്തൂത്ത. അത് നിങ്ങൾ മനസ്സിലാക്കുക. കോഴിക്കോടിനെ കുറിച്ച് വിവരിച്ച മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്തയാണ്. മൂന്ന് ഹുയാൻ സാങ്, അദ്ദേഹം ചൈനയിൽ നിന്നാണ് വന്ന ചൈന സഞ്ചാരിയാണ്. ആര്? ഹുയാൻ സാങ് എന്ന് പറയുന്നത്. അവർ മൂന്നുപേരുമാണ് കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികൾ. പിന്നെ കേരളത്തിലെത്തിയ യൂറോപ്യൻ ശക്തികൾ, പോർച്ചുഗീസുകാർ എപ്പോഴാണ് കേരളത്തിലെത്തിയെന്ന് എപ്പോഴും PSC ചോദിക്കുക. എന്നാണ് 1498 മെയ് 20. ഈ വർഷം പലരും തെറ്റിക്കുന്നതാണ്. തെറ്റിക്കരുത്. 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നത്. അദ്ദേഹം ആരുടെ കാലഘട്ടത്തിലാണ് വന്നതെന്ന് PSC ചോദിച്ചു. സാമൂതിരിയുടെ കാലത്താണ് വാസ്കോഡ ഗാമ വന്ന. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട എവിടെയാണ് എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എപ്പോഴും. ഇമ്മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട. അത് എവിടെയാണ്? കൊച്ചിയിലാണ്. അതുപോലെ ചോദിക്കും, എന്നാണ് ഇമ്മാനുവൽ കോട്ട പണി കഴിപ്പിച്ച? 1503-ലാണ് ഇമ്മാനുവൽ കോട്ട. 1503-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട. വെരി ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മാർത്താണ്ഡവർമ്മയിൽ നടത്തിയ യുദ്ധം ഏതെന്ന് PSC ചോദിക്കും. കുളച്ചൽ യുദ്ധം. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോഴും PSC ചോദിക്കും. 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. മാർത്താണ്ഡവർമ്മയും ഡച്ച് ജനറലായ ഡിലനോയും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. അപ്പോൾ ഡച്ച് ശക്തിയെ തകർത്ത യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ച് ശക്തിയെ തകർത്ത യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡിലനോയും തമ്മിലായിരുന്നു. ആര് വിജയിച്ചു എന്ന് PSC ചോദിക്കും. എപ്പോഴും മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം പഠിക്കണം. 1741-ലാണ്. അടുത്ത എപ്പോഴും ചോദിക്കുന്ന അറിയാം, എല്ലാ പരീക്ഷയും ആറ്റിങ്ങൽ കലാപം. 1721-ലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ സംഘടിത വിദേശ വിരുദ്ധ പ്രശ്നങ്ങൾക്കെതിരെ നടന്ന സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. മറന്നുപോകരുത്. കേരളത്തിലെ പ്രധാന വിപ്ലവങ്ങളും പോരാട്ടങ്ങളിലും വെളുത്തമ്പി ദളവയെ കുറിച്ച്. കുണ്ടറലംബരം നടത്തിയത് ആര്? എപ്പോഴും PSC ചോദിക്കും. നിങ്ങൾക്കറിയാം വെളുത്തമ്പി ദളവ. അതിനേക്കാളും ഉത്തരം എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് വർഷം. എല്ലാവരും തെറ്റിക്കുക. 1809 ജനുവരി 11. ഒരുപാട് പോയിന്റുകളുണ്ട്. നമുക്ക് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം വർഷം എപ്പോഴും ചോദിക്കും. 1809 ജനുവരി 11-നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ആര്? വെളുത്തമ്പി ദളവ. അപ്പോൾ കുണ്ടറലംബരം നടന്ന വർഷം 1809 ജനുവരി 11-നാണ്. സിംഹം എന്നറിയപ്പെടുന്നു. ആരാണ് കേരള സിംഹം എന്ന് PSC എപ്പോഴും ചോദിക്കും. പഴശ്ശിരാജയാണ്. വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് കുറിച്യർ കലാപം നടത്തിയത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം. ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് എന്നാണ് അറിയപ്പെടുന്നത്. ഒളിപ്പോര് അത് അറിയപ്പെടും. അപ്പം പഴശ്ശിരാജ മരണപ്പെട്ട വർഷം ചോദിക്കും. പിന്നെ 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ. 1805 നവംബർ 30 എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറിച്യർ ലഹള ഏത് വർഷം നടന്നു? 1812 കുറിച്യർ ലഹള നടന്ന വർഷം. നേതൃത്വം നൽകിയത് ആര്? രാമൻ നമ്പിയാണ് കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. നിങ്ങളത് മറന്നു പോകരുത്. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. സാമൂഹ്യ പരിഷ്കർത്താത്ത അവൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ശ്രീനാരായണഗുരു അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അരിപ്പുറം പ്രതിഷ്ഠ നടത്തി 1888-ലാണ്. 1888-ലാണ് അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സോദരായി വാഴണം എന്നായിരുന്നു അരിപ്പുറം ക്ഷേത്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത്. ചട്ടമ്പിസ്വാമി എഴുതിയ പ്രധാന കൃതി പ്രാചീന മലയാളവും വേദാധികാര നിരൂപണം. ഓക്കെ, ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ഒരുപാട് പോയിന്റുകളുണ്ട്. അത് നമ്മൾ എല്ലാം പഠിക്കണം. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ PSC ചോദിക്കുന്ന നിരന്തരം ചോദിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഒരുപാട് പ്രാവശ്യം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും ചട്ടമ്പിസ്വാമികളാണ്. നിങ്ങളത് മറന്നു
അയ്യങ്കാളി അറിയാം, എപ്പോഴും ചോദിക്കും വില്ലുവണ്ടി സമരം നടത്തിയ വർഷം എന്ന്. വില്ലുവണ്ടി സമരം നടത്തിയതെന്ന് 1893 സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. പരീക്ഷ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം എന്നാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് നടന്നു PSC ചോദിക്കും. 1924 അല്ലെ, 1924 എന്ത് നടത്തിയത്? വൈക്കം സത്യാഗ്രഹം. ക്ഷേത്ര റോഡുകളിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി TK മാധവൻ എഴുപ്പിച്ച വർഷം 1503. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടയാണ് ഇമാനുവൽ കോട്ട, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ ആറ്റിങ്ങൽ കലാപം എപ്പോഴും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 1721. കുളച്ചൽ യുദ്ധം ചോദിക്കും, ഉറപ്പാണ്, 1741. പഴശ്ശിയുടെ മരണം 1805, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം 1809. അതുപോലെ കുറിച്യലേഖല 1812. അതുപോലെ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ 1888. അതുപോലെ വില്ലുവണ്ടി സമരം 1893. അതുപോലെ വൈക്കം സത്യാഗ്രഹം 1924. ക്വിക്ക് റിവിഷനായിട്ട് നിങ്ങൾ പഠിക്കണം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജയാണ്. എങ്കിൽ കാപ്പാടെത്തിയ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമയാണ്. അതുപോലെ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 3 കമന്റ് ചെയ്യണം. നോക്കുക, കുണ്ടറ വിളംബരം നടന്ന വർഷം കമന്റ് ചെയ്യുക, നോക്കാതെ പറയണം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ഈ 3 നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഇനി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോഴേ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.